ഇന്നൊരു ചുരിദാറിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണ് അളവെടുത്തിട്ട് ഒരു തുണി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്ന് പഠിക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു അളവിൻ്റെ ചുരിദാർ എടുക്കുന്നത്. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് നീളം, വീതി, ഓപ്പണിൻ്റെ നീളം എല്ലാം പറഞ്ഞു തരാം. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് അളവെടുക്കേണ്ടത്, ഒരു ചുരിദാറിൻ്റെ അകത്ത് എന്തൊക്കെയാണ് അളവെടുക്കേണ്ടതെന്ന് ആദ്യം പറഞ്ഞു തരാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ചുരിദാറിനെ ശരിക്ക് നേരെ തന്നെ വെക്കുക. എന്നിട്ട് ഈ ചുരിദാറിൻ്റെ നീളം അടയാളപ്പെടുത്തും. ഇവിടെ നിന്ന് മുതൽ ഈ അടിപ്പ് വന്നിട്ടില്ല, മേലെയുള്ള ഈ അടിപ്പ് മുതൽ ഈ താഴെ വരെയുള്ള നീളം 41 ഇഞ്ച് നീളം, 41 നീളം. അതിൽ ഈ അടിവശത്തെ വീതി നമ്മൾ തുണി മടക്കുക ഈ വീതിക്ക് അനുസരിച്ചിട്ടാണ്. അടിവശത്തെ വീതി 23 ഇഞ്ച്, 23 ഇഞ്ച് അടിയിലത്തെ വീതി. ഇനി ഈ വീതി അളക്കുക. ഇവിടെ നിന്ന് മുതൽ ഈ കൈയിൻ്റെ ഈ ഗ്യാപ്പില്ലേ അവിടം വരെയുള്ള വീതി ഒന്ന് വലിച്ചു പിടിച്ചിട്ട് അളക്കും. അത് 21 ഇഞ്ച്, 21 വീതി. ഷോൾഡർ അളവ് ഇനി അളക്കാൻ പഠിക്കുക. ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് കടത്തി വെച്ച് ഇവിടം വരെയുള്ളത് 14.5. ഈ കൈയിൻ്റെ ഈ ഭാഗം അടിച്ചു വന്നിട്ടില്ലേ അവിടം വരെയുള്ള ഷോൾഡറിൻ്റെ വീതിയാണ് എടുക്കുന്നത്. 14.5 ഇഞ്ച് ഷോൾഡർ അളവ്, 14.5. ഇനി കഴുത്തകലം ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ 6 ഇഞ്ച്. ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ, ഈ കഴുത്തിൻ്റെ ഇവിടം വരെയാണ് കഴുത്തകലം. ഇനി കഴുത്തിറക്കത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു തുണി കറക്റ്റാക്കി, എന്തെങ്കിലും ഒരു സാധനം കറക്റ്റാക്കിയിട്ട് ഈ ഷോൾഡറിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കുക. 2 ഷോൾഡർ വരുന്ന ഭാഗത്ത് കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ 5.25 ഫ്രണ്ട് കഴുത്ത് ഇറക്കം, 5.25. ബാക്ക് കഴുത്തിറക്കം 3.25. ബാക്ക് കഴുത്തിത് ഇവിടെ ഇങ്ങനെ 3.25, ഫ്രണ്ട് കഴുത്ത് 5.25. ഇനി കൈക്കുഴി അടയാളപ്പെടുത്തുക വെച്ചാൽ ബാക്ക് കൈക്കുഴിയാണ് നമ്മൾ അളക്കുക. ബാക്കിലെ കൈക്കുഴി അതെന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ കൈക്കുഴി കുഴിച്ച് മുറിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേ കൈക്കുഴി ബാക്കിലും എടുത്തു കഴിഞ്ഞാൽ അളവ് മാറിപ്പോവും. അതുകൊണ്ട് നമ്മൾ ആദ്യം അളവെടുക്കുമ്പോൾ എപ്പോഴും ബാക്കിലത്തെ കൈക്കുഴീൻ്റെ അളവാണ് എടുക്കുന്നത്. 8 ഇഞ്ച് ബാക്ക് കൈക്കുഴി. ഇനി ഷേപ്പ് ഇവിടെ നിന്ന് മുതൽ ഒരു ഷേപ്പ് അളക്കുക. ഒരു 13 ഇഞ്ചിൽ അങ്ങനെ ഈ ഡ്രസ്സിൻ്റെ ഷേപ്പ് വരുന്നത്. 13 ഇവിടെ നിന്നുള്ള ഈ ഷേപ്പ് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് അളക്കുക. 19 ഇഞ്ച് ഷേപ്പ് 19. ഇനി ഓപ്പണിൻ്റെ നീളം കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ ഈ നീളം നോക്കുക. ഈ മേലത്തെ ഈ അടിപ്പിലല്ല, ഈ ഓപ്പണായി കിടക്കുന്ന ഭാഗയില്ലേ അവിടം വരെയുള്ള നീളമാണ് നോക്കുന്നത്. അത് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സാധനം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഓപ്പൺ 19 ഇഞ്ചിലാണ് വരുന്നത്. ഓപ്പണിൻ്റെ നീളം 19 ഇഞ്ച്. ഇനി ഓപ്പണിൻ്റെ വീതി ഒന്ന് വലിച്ചു പിടിക്കുക. 22 ഇഞ്ച് ഓപ്പണിൻ്റെ വീതി, 22 ഇഞ്ച്. ഈ ചുരിദാറിനകത്ത് എന്തെല്ലാം അടയാളപ്പെടുത്തിയെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ? നീളം, വീതി, താഴത്തെ വീതി, കഴുത്തകലം, ഷോൾഡർ, കൈക്കുഴി ബാക്കാണ്. കൈക്കുഴി ബാക്കിലുള്ള കൈക്കുഴീൻ്റെ അളവ്, ഓപ്പണിൻ്റെ നീളം, ഓപ്പണിൻ്റെ വീതി, ഷേപ്പ്. ഇനി കൈൻ്റെ നീളം, കൈ നീളം 14 ഇഞ്ച്.
ഇനി കൈയിൻ്റെ ഇവിടെ വരുന്ന ഈ മസിലിൻ്റെ ഭാഗത്ത് വരുന്ന ഈ വീതി 7 ഇഞ്ച്. ഇനി കൈയിൻ്റെ അടിയിൽ വരുന്ന വീതി 4.5 ഇഞ്ച്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ചുരിദാർ അടയാളപ്പെടുത്തുമ്പോൾ ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കൊരു തുണിയുടെ അകത്ത് എങ്ങനെയാണ് ഈ ചുരിദാറിനെ അടയാളപ്പെടുത്തുക എന്ന് നോക്കാം. നമുക്ക് ഈ തുണീൻ്റെ അകത്ത് എങ്ങനെയാണ് ചുരിദാറിൻ്റെ അളവെടുക്കുക എന്ന് പഠിക്കാം. ലൈനിങ് ഇല്ലാണ്ടാണ് നമ്മൾ ഇന്ന് തുന്നുന്നത്. ഇപ്പോൾ അളവ് കണ്ടുപിടിച്ച ചുരിദാറിൻ്റെ അകത്ത് ഈ തുണീൻ്റെ അകത്ത് എങ്ങനെയാണ് ലൈനിങ് ഇല്ലാണ്ട് തുന്നി പഠിക്കുക എന്ന് പഠിക്കുക. ആദ്യം അതിനുവേണ്ടി നമ്മൾ അടിവശത്ത് കണ്ടുപിടിച്ച വീതിയില്ലേ, ആ വീതിക്കനുസരിച്ചിട്ടാണ് നമ്മൾ തുണി മടക്കിയെടുക്കുന്നത്. അടിവശത്ത് കണ്ട വീതി 23 അതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ നമ്മൾ എടുക്കുന്നു. അതിനനുസരിച്ചിട്ട് തുണീനെ മടക്കുന്നു. തുണി വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ തുണീനെ മടക്കിയെടുക്കുന്നത്. അപ്പോൾ 23, 24 എന്ന് പറയുമ്പോൾ 12 ഇഞ്ച്. 12 ഇഞ്ച് തുണീനെ അടയാളപ്പെടുത്തുന്നു. ഇനി മേലത്തെ നീളം നമുക്ക് കിട്ടിയത് 41 പ്ലസ് 2 ഇഞ്ച്, അങ്ങനെ 43 ഇഞ്ച്. ഇഞ്ചിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഷോൾഡർ 14.5 പകുതി 7.25. ഇനി കഴുത്തകലം 6 ഇഞ്ചായിരുന്നു അളന്നപ്പോൾ കിട്ടിയത്, അതിൻ്റെ നേരെ പകുതി 3 ഇഞ്ചിൽ കഴുത്തകലം. ഇനി ഇവിടുന്ന് ഒരു 1/2 ഇഞ്ചിൽ, ഇവിടുന്ന് ഇനി ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ ആ ചെരിവ്, ആ ഭാഗം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൈക്കുഴി. നമ്മൾ കൈക്കുഴി 8 ഇഞ്ചായിരുന്നു കിട്ടിയത്, അതിൻ്റെ 1.5 ഇഞ്ച് കുറച്ചിട്ട് ഇവിടുന്ന് 1 ഇഞ്ച് കുറച്ചാൽ 7, 7ൻ്റെ അകത്ത് 1/2 ഇഞ്ച് കുറച്ചാൽ 6.5 ഇഞ്ച്. 6.5 ഇഞ്ചിൽ ഒരു സ്ക്വയർ വരക്കുന്നു. മേലെ തുടങ്ങുന്നുണ്ട്. ഈ ഷോൾഡർ അടയാളപ്പെടുത്തി അവിടുന്ന് മുതൽ ഇവിടം വരെ, അല്ലാണ്ട് നമ്മൾ ഷേപ്പിന് വേണ്ടി ഷോൾഡറിൻ്റെ ഒരു ഷേപ്പ് വരുന്നില്ലേ, അവിടേക്ക് ഷേപ്പ് ചെയ്തതിലേക്കല്ല വരുന്നത്. മേലേന്ന് ഷോൾഡറിൻ്റെ അകത്തുനിന്ന് 6.5 ഇഞ്ച്, 8 ഷോൾഡർ കൈക്കുഴീൻ്റെ അളവ് 8 ഇഞ്ച്, അതിൻ്റെ 1.5 ഇഞ്ച് കുറച്ചിട്ട് ഒരു സ്ക്വയർ വരക്കുന്നു. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ബോഡി വീതി കിട്ടിയത് 21 എന്ന് പറയുമ്പോൾ 10.5 അടയാളപ്പെടുത്തുന്നു ബോഡി വീതി. അതിനേക്കാളും ഇവിടെ ഇങ്ങനെ ഒരു 2 ഇഞ്ചോ 1.5 ഇഞ്ച്, അങ്ങനെ 1.5 ഇഞ്ച് അങ്ങനെ മതി, കുറച്ച് തയ്യൽ തുമ്പായിട്ട്. ഇനി ഇതിൻ്റെ നേരെ പകുതി എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ഷേപ്പ്, ഒരു വര കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഈ വീതി കണ്ടിട്ടില്ലേ, അതിലേക്ക് ഇനി ഇവിടുന്ന് ഒരു കുറച്ച് ഭാഗം ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട്, ഇവിടുന്ന് ഇനി അടിപ്പ് വരിക നമ്മൾ ഇവിടെ എങ്ങനെയായിട്ട് 1/2 ഇഞ്ച് താഴ്ത്തിയിട്ടല്ലേ ഷോൾഡർ കൂട്ടിയടിക്കുമ്പോൾ, ഈ കൂട്ടിയടിക്കുന്ന ഭാഗത്തിൽ മുതൽ നമ്മൾ തുടങ്ങുന്നു അളക്കാൻ. കറക്റ്റ് 8 ഇഞ്ചാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഇഞ്ച് അങ്ങനെ കടത്തി വെക്കുന്നു. എന്നിട്ട് ഒരു ഷേപ്പ് വരക്കുന്നു.
ഇങ്ങനെ ഷേപ്പ് വരച്ച് ഇവിടെ കണ്ട ഇതില്ലേ, ഇതിൻ്റെ അകത്തുനിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ കണ്ട ഈ ഗ്യാപ്പില്ലേ, ഈ ഗ്യാപ്പിൽ നിന്ന് ഇതിലേക്ക് നമ്മൾ ഇത് ഫ്രണ്ടിലത്തെ കൈ കുഴിച്ച് മുറിക്കുന്നത്. ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് ആദ്യം വരച്ച നമ്മൾ 6.5 ഇഞ്ചിൻ്റെ ഒരു ബോക്സ് വരച്ചിട്ടില്ലേ, ആ 6.5 ഇഞ്ച് ബോക്സിൻ്റെ അകത്തുനിന്ന് 1 ഇഞ്ച് ഉള്ളിലേക്ക് വരച്ചെടുക്കുന്നു. എന്നിട്ട് അതിനെ സ്ട്രെയിറ്റ് ആക്കി വരച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതാ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഇങ്ങനെ ഇതിൻ്റെ പകുതി കണ്ടുപിടിച്ചിട്ടില്ലേ, ആ പകുതി കണ്ടുപിടിച്ചത് ഉള്ളിലേക്കൊന്ന് ഒന്നും കൂടി വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അവിടെ നിന്ന് മുതൽ ഇതിലേക്ക് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച വീതിയില്ലേ അതിലേക്ക് ഒരു ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ ഉള്ളിലത്തെ കൈക്കുഴീൻ്റെ അളവായി. ഫ്രണ്ട് കൈക്കുഴീൻ്റെ കുഴിച്ചു മുറിക്കുന്ന ഭാഗം. ഇനി ഓപ്പണ് കിട്ടിയത് നമുക്ക് 19. അതിനേക്കാളും 1/2 ഇഞ്ച് താഴ്ത്തുന്നു. മേലെ ഷോൾഡർ കൂട്ടിയടിക്കുമ്പോൾ അത് കൂട്ടി എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെയും കുറഞ്ഞു പോകും, 18.5 ആയി പോകും. അതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് കൂട്ടുന്നു. ഇവിടെ വരുന്നത് ഓപ്പണിൻ്റെ വീതി കിട്ടിയത് 22ൻ്റെ പകുതി 11. ഇവിടെ 1 ഇഞ്ച് മാത്രം മതി. നമ്മൾ ഇവിടെ 1.5 ഇഞ്ച് എടുത്തില്ലേ, ഇവിടെ 1 ഇഞ്ച് മാത്രം മതി. ഓപ്പണിൻ്റെ അടുത്ത് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ മടക്കി അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനെക്കൊണ്ട് ഇവിടെ വരുന്നത് 1 ഇഞ്ച് മാത്രം ജാസ്തി എടുത്താൽ മതി. ഇനി ഈ 13 ഇഞ്ചിൻ്റെ അകത്ത് നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തുന്നത്. 19 നമ്മൾ ഷേപ്പ് വന്നത്, അന്നേരം 9.5 ഷേപ്പ്. ഇതിൻ്റെ കൂടെ 1.5 ഇഞ്ച്. ഇങ്ങനെ ഇനി ഈ കോണ് പോലെ വന്ന ഭാഗയിലെ അവിടെ നമ്മളൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കുന്നു. ഇവിടുന്ന് അടയാളപ്പെടുത്തിയ ഫസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തിയ വീതിയില്ലേ, ആ വീതിയിലേക്ക് ജോയിൻ ചെയ്യും. നമുക്ക് ഈ തുണി കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ബാക്ക് വശമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനെ കൊണ്ട് ബാക്കിലത്തെ കൈക്കുഴി കട്ട് ചെയ്യുന്നു. ഫസ്റ്റ് വരച്ച കൈയില്ലേ, കൈക്കുഴീൻ്റെ ആണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കഴുത്തകലം ഒരു കട്ടിട്ട് കൊടുക്കുന്നു. കൈക്കുഴീൻ്റെ ഭാഗത്ത് ഒരു കട്ടിടുന്ന്
ഷേപ്പിൻ്റെ ഭാഗത്ത് ഒരു കട്ടിടുന്ന് ഓപ്പൺ. പിന്നെ അടിയിലുള്ള ഓപ്പണിൻ്റെ ഭാഗമില്ലേ, ഓപ്പൺ നമുക്ക് വേണ്ടുന്നത് 23 അല്ലേ. 23 എന്ന് പറയുമ്പോൾ 11.5. 11.5-ൽ ഒരു കട്ട്. ഇത് നീങ്ങി പോവാണ്ട് മടക്കിയെടുക്കുക. ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ച ഭാഗമില്ല, അത് തന്നെ വെച്ചിട്ട് നമുക്കിതും കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് ആക്കിയിട്ട് ഈ അളവ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. കഴുത്തകലം, കൈക്കുഴി, അടിവശം ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മൾ അടിയിലത്തെ ഭാഗം മടക്കി വെച്ച് എന്നിട്ട് ഈ ഫ്രണ്ടിൻ്റെ കൈക്കുഴി കട്ട് ചെയ്തെടുക്കുന്നു. കൈ നമുക്ക് വെട്ടിയെടുക്കാം. കൈ വെട്ടാൻ പഠിക്കാം. കൈയിൻ്റെ നീളം നമുക്ക് കിട്ടിയത് 14 ഇഞ്ച്. കൈയിൻ്റെ നീളം 14 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് 16 ഇഞ്ച് എടുക്കുന്നു. പതിനാറ് ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ മേലെ വശത്തുനിന്ന് ഇവിടത്തേക്ക് ഒരു 3.5 ഇഞ്ച് താഴ്ത്തുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 3.5 താഴ്ത്തുക. നമുക്കിപ്പോൾ കിട്ടിയ വീതി 21 ഇഞ്ച് പ്ലസ് 21, അന്നേരം വരുന്ന 42. ടോട്ടലായിട്ടുള്ള വീതി, ബോഡീൻ്റെ മൊത്തമായിട്ടുള്ള വീതി വരുന്നത് 42. അതിനാ ഹരിക്കണം 12, അപ്പം കിട്ടുന്ന 3.5. ആ 3.5 ഇഞ്ചാണ് ഇവിടെ വരുന്നത്. 3.5 ഇഞ്ചിൽ നമ്മൾ താഴ്ത്തുന്നു. 3.5 ഇഞ്ച് താഴ്ത്തിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൈക്കുഴീൻ്റെ വീതിയില്ലേ 8 ഇഞ്ച്, ആ കൈക്കുഴീൻ്റെ വീതി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അടയാളപ്പെടുത്തുന്നു. 8 ഇഞ്ച് ഇതിൻ്റെ അകത്തേക്ക് അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് വരക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഭാഗം പ്ലെയിൻ ആയിട്ട് വെക്കും. ബാക്കി ഭാഗത്തു നിന്നാണ് ഞാൻ ചേരിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക്. ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്നത് 4.5 ഇഞ്ചായിരുന്നു. അതിനേക്കാളും 1.5 ഇഞ്ച് ജാസ്തി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഫ്രണ്ട് കൈക്കുഴി വെട്ടാൻ ഇതിൻ്റെ പകുതി കണ്ടുപിടിക്കുന്നു. ഒരു
ഇവിടം വരെ വരുന്നത് 6.5 ഇഞ്ച്. ഇവിടുന്ന് ഈ 2 ഇഞ്ചിന്ന് മുതൽ ഇവിടം വരെ വരുന്നത് 6.5 ഇഞ്ച്. 6.5 ഇഞ്ചിൻ്റെ പകുതി 3.25. 3.25 നമ്മൾ ഒരു 1/2 ഇഞ്ച് താഴ്ത്തുന്നു. ഇതിലേക്ക് വരും. മേലത്തെ ഇവിടെ വന്നിട്ടില്ല ഈ അളവ്, അതിലേക്ക് നമ്മൾ ഇത് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് മുറിക്കുന്നതാണ്. ഇത് ബാക്ക് കൈക്കുഴി. നമ്മൾ ആദ്യം ബാക്ക് കൈക്കുഴി കട്ട് ചെയ്തെടുക്കും. ഇത് തന്നെ വെച്ചിട്ട് ഒരു കൈയും കൂടി കട്ട് ചെയ്തെടുക്കുന്നു. ഈ കൈയിനെ രണ്ടിനെയും ഓപ്പോസിറ്റ് ആയിട്ട് നിവർത്തി വെക്കുന്നു. ഈ കട്ടും എല്ലാ കട്ടും യോജിക്കുന്ന വിധത്തിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയില്ലേ കൈക്കുഴി, അതിങ്ങനെ കുഴിച്ച് വെക്കണം. അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ഒരേപോലെ വെച്ചിട്ടാണെങ്കിൽ 2 കൈയും മാറിപ്പോവും. 2 സൈഡും വേറെ ആയിപ്പോവും. രണ്ടും ഒരേ സൈഡിലേക്ക് വരും. 2 ഒരുമിച്ച് ഒരേപോലെയാണ് വെട്ടുന്നതെങ്കിൽ 2 ഒരേ സൈഡിലേക്ക് ആ കുഴീൻ്റെ അളവ് വരിക. അതിന് പകരം നമ്മൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചത്. ഇക്കൈൻ്റെ കുഴി ഇവിടെയും ഇക്കൈക്കുഴി രണ്ട് കൈക്കുഴി ഇങ്ങനെ വരും. നമുക്കിനി കഴുത്ത് അകലം അടയാളപ്പെടുത്താം. ഫ്രണ്ട് കഴുത്ത് അകലം ക്യാൻവാസിൻ്റെ അകത്ത് എങ്ങനെ അടയാളപ്പെടുത്തുക നോക്കാം. ക്യാൻവാസിൻ്റെ ഈ ഹാർഡായിട്ടുള്ള ഭാഗത്താണ് നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് 3 ഇഞ്ച് ഇനി കഴുത്തകലം 5.25 നമുക്ക് കിട്ടിയത്. അതിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടി 5.25. അതിൽ 3 ഇഞ്ച്. റൗണ്ട് നെക്കാൻ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു സാധനം വെക്കുക, വെട്ടുക, ആകുമ്പോഴത്തേക്ക് ഇതിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക.
ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് അതുപോലെ ഇതാ. ഇങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിക്കളി. ഇതാണ് കഴുത്ത്, കഴുത്ത്. ഇനി ബാക്ക് കഴുത്ത്. ബാക്ക് കഴുത്ത് തുണിയിൽ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് പഠിപ്പിച്ചുതരാം. ഫ്രണ്ട് കഴുത്തിന് വേണ്ടിയിട്ട് ഒരു തുണി കട്ട് ചെയ്തെടുക്കുന്നു. ഇതിൻ്റെ അകത്ത് ഒരു തുണി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് കഴുത്ത് ക്യാൻവാസിൻ്റെ അകത്ത് കട്ട് ചെയ്ത് ഇനി ആ ക്യാൻവാസിനെ ഒട്ടിക്കാൻ ഒരു തുണി എടുക്കുന്നു. 3 ഇഞ്ചിൽ അടയാളപ്പെടുത്തുന്നു. ഒരു 7 ഇഞ്ചിൽ നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കുന്നു. ഇത് നമ്മൾ അടയാളപ്പെടുത്തിയത് 3 ഇഞ്ചിൽ ക്യാൻവാസിൻ്റെ അകത്ത് അടയാളപ്പെടുത്തേണ്ടിയിട്ട് 3 ഇഞ്ച് തന്നെയാണ് തുണീൻ്റെ അകത്ത് കട്ടിട്ടത്. ഇനി ബാക്ക് കഴുത്തിന് വേണ്ടിയിട്ട് നമ്മളെ കഴുത്തകലം 3 അല്ലേ, പക്ഷെ നമുക്ക് തുണീൻ്റെ അകത്താണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കഴുത്തകലം നമ്മൾ 2.25 തുണീൻ്റെ അകത്ത് കഴുത്തകലം എടുക്കുന്നത്. ബാക്ക് കഴുത്ത് 3.25 വന്നത്. ആ 3.25 തന്നെ നമ്മൾ എടുക്കുന്നത്. എന്നുവെച്ചാൽ 1/2 ഇഞ്ച് നമ്മൾ മേലെ അടിച്ചു പോകും. പിന്നെ ഇത് താഴോട്ടേക്ക് അടിച്ച് വരുന്നപ്പോഴത്തേക്ക് 3.25 കറക്റ്റ് ആക്കിയിട്ട് കിട്ടും. നമുക്ക് ഈ 2.25 അകത്തുനിന്ന് ഇവിടെ 2.25 ഇവിടെ 2.25 അടയാളപ്പെടുത്തും. ഇവിടെ 2.25 ഇവിടെ 2.25. എന്നിട്ടിതാ ഇവിടുന്ന് ഒരു സ്ക്വയർ കൊടുക്കുക, ഇവിടുന്ന് ഒരു സ്ക്വയർ കൊടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടിക്കുമ്പോൾ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ അടിക്കുക. അപ്പോൾ ഈ 1/4 ഇഞ്ചിന് പകരം നമ്മളെ ഈ അടി വരുന്നത് 3 ഇഞ്ചിലായിരിക്കും. ഇവിടുന്ന് 1/4 ഇഞ്ച് വേണമെങ്കിൽ അടയാളപ്പെടുത്തി വെച്ചേക്കും. എല്ലാ സൈഡും 1/4 ഇഞ്ച് വെച്ചിട്ട് എന്നാൽ റൗണ്ട് ഷേപ്പ് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. വരച്ച ഈ അടയാളത്തിന് കറക്റ്റ് ആക്കിയിട്ട് അടിച്ചാൽ 1/4 ഇഞ്ച് അതേ അളവിൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ അടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സൈഡിൽ 1/4 ഇഞ്ച് അടയാളപ്പെടുത്തി വെക്കുക.
ഇനി അടിക്കുമ്പോൾ നമുക്ക് ഇതിലേ അടിച്ചെടുത്താൽ മതി, കറക്റ്റായിട്ട് അളവ് കിട്ടും. ഈ വെട്ടിയെടുത്ത ഈ തുണിയില്ലേ, ഈ തുണീൻ്റെ അകത്ത് ക്യാൻവാസിനെ എങ്ങനെയാണ് ഒട്ടിക്കുക എന്ന് നോക്കാം. തുണിനെ നമ്മളൊന്ന് അയൺ ചെയ്യുന്നു. എന്നിട്ട് ഈ മിനുസമുള്ള ഈ ഭാഗമില്ലേ, ഈ ഭാഗം ഇവിടെ വെക്കുന്നു. ഈ കട്ടിൻ്റെ പുറത്തേക്കായിട്ട്, കട്ടിൻ്റെ പുറത്തായിട്ട് നമ്മൾ വെച്ചിട്ട് അവിടെ ഒന്ന് ആദ്യം അയൺ ചെയ്ത്. അതുപോലെ തന്നെ ഇവിടെ ഇതിനെ കറക്റ്റാക്കി വെച്ചിട്ട് ഇത് അയൺ ചെയ്തെടുക്കും. ായിട്ട് ഇതിൻ്റെ അകത്ത് ഒട്ടിക്കഴിഞ്ഞു. ഇനി ആവശ്യമില്ലാത്ത ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് കളയുക. കുറച്ച് ഭാഗം അടിച്ചു പോകാൻ വെച്ചിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് മാറ്റിക്കളയുക. ഇത് ഫ്രണ്ട് കഴുത്ത്, ഇത് ബാക്ക് കഴുത്ത്, ടോപ്പ്, കൈ. നമുക്കിനി ഇതൊന്ന് അടിച്ച് നോക്കാം.